ഹായ്, ഇന്ന് അടിപൊളി ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാലോ. ഈ മോഡൽ ഹെയർ ബാൻഡാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിന് എന്തൊക്കെ ഐറ്റംസ് വേണം നമുക്ക് ആദ്യം നോക്കാം. സാറ്റിൻ ഹെയർ ബോ വേണം. പിന്നെ ഒരു 2-3 കളർ ഞാൻ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ സ്റ്റോൺ കളർ സ്റ്റോൺ ആണ്. പിന്നെ വൈറ്റ് ഹാഫ് ബീഡ്, B6000 ഗ്ലൂ, ഒരു ഗോൾഡൻ കളർ ചെയിൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മുടെ ക്യാൻവാസിൻ്റെ ഷീറ്റിൽ വരച്ചെടുത്തിരിക്കുകയാണ്. നമ്മൾ ചുരിദാറിൻ്റെ നെക്കൊക്കെ ചെയ്യാനെടുക്കുന്ന ക്യാൻവാസിൻ്റെ കുറച്ച് കട്ടിയുള്ള ഷീറ്റാണ് കേട്ടോ അത് ആ ഷേപ്പിന് നമുക്കൊന്ന് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ കോർണറൊക്കെ നല്ല രസത്തിൽ തന്നെ കൃത്യമായിട്ട് തന്നെ കട്ട് ചെയ്യണം, എങ്കിലേ അത് ചെയ്യുമ്പോൾ ഭംഗിയുണ്ടാവുള്ളൂ. 2 എണ്ണവും നമുക്ക് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം. ഒരെണ്ണത്തിന് ആ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് വരച്ചെടുക്കണം എന്നില്ല കേട്ടോ. ഞാനത് വരച്ചപ്പോൾ 2 ഒരുമിച്ച് വരച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മുടെ സ്റ്റോണുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയാസിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ഐഡിയയും വെച്ചിട്ടല്ല ഇത് ചെയ്യാൻ തുടങ്ങിയത്. ഷേപ്പ് മാത്രമേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് സ്റ്റോൺ ചെയിനും അതൊക്കെ എടുത്തു വെച്ചു. പക്ഷെ അത് ഏത് രീതിയിൽ ഒട്ടിക്കണം എന്നുള്ളത് ഞാൻ ചെയ്ത് വന്നപ്പോൾ തന്നെയാണ് ആ ഒരു മോഡലിൽ ഞാൻ ചെയ്തെടുത്തത് കേട്ടോ. നമ്മുടെ ആദ്യം തന്നെ ഗോൾഡൻ കളർ സ്റ്റോൺ ഷീറ്റ് ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കുകയാണ്. ആ ഒരു ഗ്ലൂ അപ്ലൈ കൊടുത്തതിന് ശേഷം ആ കോർണറിൽ എത്തുമ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. കോർണർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല. കണ്ടോ, അങ്ങനെ വളഞ്ഞൊരു സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ തന്നെ താഴോട്ട് നമുക്ക് ഇതേ സെയിം സ്റ്റോൺ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പുറം ഭാഗത്തെ ഔട്ട്ലൈൻ മാത്രമാണ് ഞാൻ ഈ ഗോൾഡൻ കളർ വെച്ച് ചെയ്യുന്നത്. ബട്ടർഫ്ലൈയുടെ ആ ഭാഗം ഞാൻ ഒരു വേറെ കളർ സ്റ്റോൺ ചെയിനാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ഡിസൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ സ്റ്റോൺ കൊടുക്കണമെന്നോ ഏത് കളർ സ്റ്റോൺ കൊടുക്കണമെന്നോ അത് ബീഡ് കൊടുക്കണം അതൊന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഡിസൈൻ ചെയ്യുക അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇന്ന രീതിയിൽ ചെയ്യാം, ഔട്ട്ലൈൻ ഗോൾഡൻ കളർ സ്റ്റോൺ കൊടുക്കാം, അതുപോലെ അതിൻ്റെ ഉള്ളിൽ ബീഡ് കൊടുക്കണതൊക്കെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ഞാൻ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായ എന്നോട് കമൻറ്റിലൂടെ അറിയിക്കണം എങ്ങനെയുണ്ട് ഈ ഒരു ഹെയർ ബാൻഡ് എന്നുള്ളത്. പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഡിസൈനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടെ ഐഡിയാസൊക്കെ നമ്മൾ ഒന്ന് പുറത്തേക്ക് എടുക്കുക. എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, എല്ലാവർക്കും ഓരോരോ കഴിവുകൾ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും നമ്മുടെ കഴിവുകൾ കണ്ടെത്തി പുറത്ത് കൊണ്ടുവരിക. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്കിപ്പോൾ ഇത് തന്നെയല്ല ക്രാഫ്റ്റ് ആയാലും ഒക്കെ ചെയ്യാനൊക്കെ കഴിവ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്യുക. നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതൊക്കെ എല്ലാവരും നമ്മുടെ കഴിവുകളെയൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കോർണറിലും ഞാൻ ആ വൈറ്റിൻ്റെ ബീഡ് ഹാഫ് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അതൊരു കറക്റ്റ് നമുക്ക് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം അവിടെ അത് ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു ലെയർ നമ്മൾ ഹാഫ് ബീഡ് വെച്ച് കൊടുക്കുകയാണ്. വൈറ്റ് കളറാണ് എൻ്റെ ഉള്ളത്, അപ്പോൾ ഞാൻ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ലെയർ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണർ വരെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്കിത് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഈ വൈറ്റ് തന്നെ വെച്ച് കൊടുക്കണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോ ഐഡിയാസ് അനുസരിച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനതൊന്നും ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. അതിങ്ങനെ ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഞാനങ്ങനെ ചെയ്തു പോയതാണ്. ഒന്ന് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലും ഒന്ന് കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതാണ് അതിൻ്റെ ഇത് കിട്ടുന്നത് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് ഞാൻ ഗോൾഡൻ ആ ഒരു ബോൾ ചെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ 2 ലെയറായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആദ്യം ഒരു ലെയർ ഒട്ടിച്ച് കൊടുക്കുക, അതിനുശേഷം അടുത്ത ലെയർ ഒന്നും ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ 2 ലെയറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സൈസ് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനത് ചെയ്തില്ല. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ബിഗിനേഴ്സിനൊക്കെ അതായിരിക്കും കേട്ടോ എളുപ്പം. നമ്മൾ സൈസിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയൊക്കെ എളുപ്പം. കാരണം ഗ്ലൂ തേച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് വിട്ടു പോരാനൊക്കെ. അപ്പോൾ എല്ലാവരും സൈസ് നോക്കി കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയായിരിക്കും നല്ലത്. ഒരു ലെയറും കൂടി ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സെയിം ബോൾ ചെയിനാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ അതിന് ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഇനി ഞാൻ ഒരു ലെയറും കൂടി വൈറ്റ് ബീഡ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ഹാഫ് ബീഡ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്.
അടുത്ത ലെയർ വൈറ്റ് സ്റ്റോണാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. വൈറ്റ് കളർ സ്റ്റോണാണ് ഒരു ലെയർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ ലെവൽ ചെയ്ത് തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് കാണുവാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. വന്ന് ലെവൽ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ചെറിയ പീസൊക്കെയാണ് അവിടെ ബാലൻസ് വരുന്നത്, കട്ട് ചെയ്ത് ആ ഒരു പീസ് മാത്രമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത ലെയർ ആ ഗോൾഡൻ കളർ ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നു. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ആദ്യം ഒരു സ്റ്റോൺ, ഗോൾഡൻ കളർ സ്റ്റോൺ കാണിച്ച് തന്നിരുന്നു, അതാണ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് ഇത്തിരി ഗ്യാപ്പ് കുറഞ്ഞു, അപ്പോൾ അതിൻ്റേതായൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ആദ്യം എനിക്ക് ഒരെണ്ണം തന്നെ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, പിന്നെ അടിയിലേക്ക് വരുമ്പോഴാണ് 2 ലെയർ വെച്ച് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അത് ആ വൈറ്റ് ബീഡിൻ്റെ ആ ഒരു സൈസിനാണ് അങ്ങനെ വന്നത്. പക്ഷേ എങ്കിലും അത് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റി. ലാസ്റ്റ് അടിയിലേക്ക് വരുമ്പോൾ നമ്മൾ 2 എണ്ണം വെച്ച് കൊടുക്കുമ്പോൾ അവിടെ കറക്റ്റായിട്ടോ അത്. ഇനി നമുക്ക് ഇങ്ങനെയാണ് ഈ അടിഭാഗം കിട്ടുന്നത്. ഇനി നമുക്ക് ആ ബട്ടർഫ്ലൈയുടെ ഭാഗം ചെയ്തെടുക്കാം. അതിനായിട്ട് ആ ബട്ടർഫ്ലൈ നമ്മൾ ആ വരച്ച രീതിയിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കളറ് സ്റ്റോണാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഒരു മജന്ത കളറാണ് ആ ഒരു കളർ സ്റ്റോൺ. അതേപോലെ തന്നെ കറക്റ്റ് സൈസിന് തന്നെ ഞാൻ വെട്ടിയെടുത്തത്. അത് ഒട്ടിച്ച് കൊടുക്കുക 2 സൈഡും. ആ സ്റ്റോൺ ഒട്ടിച്ചിട്ട് ഞാനത് ഫുള്ള് ഫില്ല് ചെയ്യുന്നത് ആ സ്റ്റോൺ വെച്ചാണ്. ബട്ടർഫ്ലൈയുടെ ആ ചിറക് ഫില്ല് ചെയ്യുന്നത് ഈ സ്റ്റോൺ വെച്ചിട്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. സെയിം കളർ തന്നെ വെച്ച് കൊടുക്കാം. ഇല്ല നിങ്ങൾക്ക് ഗോൾഡൻ കളർ വേണമെങ്കിലോ അല്ലെങ്കിൽ ബീഡ് വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാം. ഞാനപ്പോൾ അത് സെയിം കളർ തന്നെ വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ലെയർ വരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് കൊടുത്തില്ല. അത് കൊടുത്ത് എനിക്കൊരു ഒരു കോൺട്രാസ്റ്റ് കളറായിട്ടൊരു ഇത് സ്റ്റോൺ കിട്ടിയില്ല, എൻ്റെ കയ്യിലില്ല. പിന്നെ വൈറ്റ് കൊടുക്കാം, പിന്നെ വേണ്ടാന്ന് വെച്ചു ഞാൻ. അതങ്ങനെ അത് വരച്ചിട്ടുന്നേ ഉള്ളൂ, വേണ്ടാന്ന് തോന്നി, അത് ഞാൻ ചെയ്തില്ല. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമ്മളിത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടാണ് സെൻറ്റർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണത്. ഇനി ആ സെൻറ്ററിൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാൻ ആദ്യം വിട്ടുപോയിട്ടോ പെട്ടെന്ന്. ഞാൻ പിന്നെ ലാസ്റ്റ് വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആയി ഹെയർ ബാൻഡ് വഴിക്ക് ഒട്ടിച്ചപ്പോഴാണ് ഞാനത് മറന്നത് ഓർത്തത്. അപ്പോൾ പിന്നെ ആ സമയത്ത് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ അത് കാണാത്തത് ഞാൻ പെട്ടെന്ന് അത് വിട്ടുപോയി, അതുകൊണ്ടാണ്. ഇനിതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സെയിം കളറ് സ്റ്റോൺ കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ലെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആ കറക്റ്റ് സൈസിനനുസരിച്ച് നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ 2 ബീഡ് 1 ബീഡൊക്കെ വെച്ച് നമുക്കത് ഒട്ടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് അതിൻ്റെ അനുസരിച്ച് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തൊന്ന് ലെവലാക്കി കൊടുക്കുക. ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സൈഡും ഇതേ സ്റ്റോൺ ചെയിൻ തന്നെ വെച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇതിന് മുമ്പും ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പ് ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത്ര ഹെവി വർക്കുകളൊന്നുമല്ല. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കണ്ട് ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമാവണമെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ബിഗിനേഴ്സിനും അതുപോലെ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവരാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാം. അപ്പോൾ ആ ചെവിയുടെ 2 ഭാഗം ഞാൻ ഗോൾഡൻ കളർ സ്റ്റോൺ വെച്ചാണ് കേട്ടോ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒറ്റ സ്റ്റോൺ മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഹെയർ മേക്കിംഗ് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതും വെറൈറ്റി ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹെയർ ബാൻഡ് അതുപോലെ തന്നെ അലിഗേറ്റർ ടിക് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതാ നമ്മുടെ അടുത്ത സൈഡ് നമുക്ക് ഈ സ്റ്റോൺ വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ അത് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ, ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്, കറക്റ്റ് സെൻറ്ററിലല്ല. അപ്പോൾ അത് എവിടെയാണ് വേണ്ടതെന്ന് നമ്മളത് നോക്കിയതിന് ശേഷം നമുക്കതിൻ്റെ 2 അറ്റത്ത് അത് കറക്റ്റ് പൊസിഷനിൽ പിടിച്ചതിന് ശേഷം 2 അറ്റത്തും ഒരു ഗ്ലൂ ഇത്തിരി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് അതിൻ്റെ സെൻറ്റർ അതിൻ്റെ ആ ഒരു കറക്റ്റ് സൈസ് കിട്ടും, എവിടെയാണ് അത് തുടങ്ങണേ എവിടെയാണ് അവസാനിക്കണേ എന്നുള്ളത് ഇത് കിട്ടും. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ 2 അറ്റത്തും ഗ്ലൂ തേച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിനെ ഒന്ന് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ മാത്രം ചെയ്താൽ അതവിടെ നിൽക്കില്ല കേട്ടോ, പെട്ടെന്ന് വിട്ടു പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു ക്യാൻവാസ് ഷീറ്റും കൂടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇനി ഇത് അതിനെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് അവിടെ വയ്ക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഒട്ടിയിരിക്കും. നമ്മളല്ലെങ്കിൽ മറച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടു പോരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതാണ്, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ അപ്പുറത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഷീറ്റിൽ എല്ലായിടത്തും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ അത് വിട്ടു പോരില്ല. ഇതുപോലെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ടിലേക്ക് നമുക്കതിൻ്റെ ഇതൊന്നും കാണൂല്ല കേട്ടോ, ക്യാൻവാസിൻ്റെ. അപ്പോൾ സെൻറ്ററിലെ ആ ഗ്യാപ്പിൽ ഞാൻ ഇപ്പോഴാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും വേണം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. പാർട്ടിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെയർ ബാൻഡ് തന്നെയാണ്. അപ്പോൾ ഇനി പുതിയൊരു ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.